1989 ശേഷം മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി കിട്ടിയതിൻ്റെ ആവേശത്തിലാണ് UDF ക്യാമ്പ്. തങ്ങളുടെ ദീർഘനാളായുള്ള ആവശ്യം കോൺഗ്രസ് നേതൃത്വം അംഗീകരിച്ചതിൻ്റെ എല്ലാവിധത്തിലുള്ള ആവേശവും UDFിൻ്റെ തൃശ്ശൂരിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുണ്ട്. തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥി മുൻ MLA കൂടിയായ DCC പ്രസിഡന്റ് TN പ്രതാപൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിശേഷങ്ങളാണ് ഇനി. കൊല്ലൂരിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഒരു ഓഫീസ് ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. സ്ഥാനാർത്ഥി എത്തി. പ്രദേശത്തെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിക്ക് ഒരു സ്വീകരണം സംഘടിപ്പിച്ചാണ്. എന്തായാലും കഴിഞ്ഞ കാലങ്ങളിൽ വിഭിന്നമായി വലിയൊരു ആവേശം കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കൂട്ടങ്ങൾ. ഇതാണ് കോൺഗ്രസ് ക്യാമ്പിനെ കൂടുതൽ ആവേശം കൊള്ളിക്കുന്നതും. സ്ഥാനാർത്ഥി ഇപ്പോഴും ആൾക്കൂട്ടത്തിനിടയ്ക്ക് ഒല്ലൂരിൽ പ്രവർത്തകരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഒരു പൊതു സ്വീകാര്യത ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. അതോടൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടെ വോട്ടർമാർ സംസാരിക്കുന്നു എന്നുള്ള ഒരു തെളിവ് കൂടിയാണ് ഇത്തരം ചടങ്ങുകൾ. സ്ഥാനാർത്ഥി സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടമാണിത്. കോൺഗ്രസ് സാധാരണ ട്രാക്കിൽ കയറണമെങ്കിൽ ഒരു മൂന്നാം ഘട്ടമാകണം. പക്ഷേ ഈ പ്രാവശ്യം വളരെ വലിയൊരു ആവേശം കാണുന്നുണ്ട് ആളുകൾക്ക്. എന്താ തോന്നുന്നത് സ്ഥാനാർത്ഥി? ഇതിന് ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, മടുത്തു. കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ആളുകൾ മടുത്തു. പിന്നെ മാത്രമല്ല തൃശ്ശൂർക്കാർക്ക് വേറൊരു വികാരം കൂടി ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചുണ്ടിനും കപ്പിനിടയിൽ നഷ്ടപ്പെട്ടു പോയൊരു പാർലമെന്റ് ഇലക്ഷനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതേപോലെ തന്നെയാണ്. ആളുകൾ ഈ 13 അസംബ്ലി മണ്ഡലങ്ങളുടെ തൃശ്ശൂരിൽ ഒരു മണ്ഡലമായി മാറി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ തെരഞ്ഞെടുപ്പിലും ക്ഷീണം സംഭവിച്ചു. അതുകൊണ്ട് പാർട്ടിക്കാർ ഭയങ്കര ആവശ്യത്തിന് ഇതുപോലെ സ്വയം ഏറ്റെടുത്തണം. അവർ തന്നെ ചുമരെടുക്കണം, അവർ തന്നെ പോസ്റ്റ് ഒട്ടിക്കണം. പോസ്റ്റ് അന്വേഷിച്ച് നടക്കണവർ ഇല്ലല്ലോ നമ്മുടെ കാശും ഇല്ല, അടിക്കാൻ കാശില്ല. പിന്നെ ഇതൊന്നും പ്രവർത്തകർക്ക് മാത്രമല്ല, അവർ സ്വയം എല്ലാം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതൊരു ഒരു വല്ലാത്തൊരു വികാരമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇത് ജനങ്ങളുടെയും പിന്നെ UDF പ്രവർത്തകരുടെയും ഒരു വൈകാരികത ഇതിൽ ഭയങ്കരമായി കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമില്ലാത്ത ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് താങ്കൾ സ്ഥാനാർത്ഥിക്ക് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ? അവർ സംസാരിക്കുന്നതിനോട് ഒരു പാർട്ടിയില്ലാത്തവർ അവർ പറയണം മാറണം, മോദി മാറണം, അയാൾ നമ്മുടെ ഇന്ത്യക്ക് അപമാനമാണ്, ശിരസ് താഴ്ത്തേണ്ടി വരണം. മോൻ ഡൽഹിയിൽ പോകണം, മോനെ ഞങ്ങൾ ഡൽഹിയിലേക്ക് പറഞ്ഞേക്കും, മോനെ പറഞ്ഞേക്കുന്നത് മോദിയെ മാറ്റാനാ. അങ്ങനെ പറയുന്ന ആളുകളാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്. തെരഞ്ഞെടുപ്പ് തുടക്കത്തിൽ നേരത്തെ സ്ഥാനാർത്ഥി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പാഴായിപ്പോയ 5 വർഷങ്ങൾ എന്നാണ് UDF നേരത്തെ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പാഴായിപ്പോയതാണോ 5 വർഷങ്ങൾ? വോട്ടർമാരോട് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്താണ്? 5 വർഷം ഇനി എങ്ങനെയായിരിക്കും? അടുത്ത 5 വർഷം ജനങ്ങളുടെ വർഷമായിരിക്കും. പ്രത്യേകിച്ചും തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർക്കാരുടെ വർഷമായിരിക്കും. അവർ നഷ്ടപ്പെട്ടു പോയ ഒരു 5 വർഷം തിരിച്ചു പിടിക്കലാണ്. അതിനാൽ ഒരു വിശ്രമവുമില്ലാതെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിരിക്കും UDFിൻ്റെ 5 വർഷം. പരമ്പരാഗത വ്യവസായങ്ങൾ ഓട് ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു മേഖലയായിരുന്നു തൃശ്ശൂർ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം അതിവേഗത്തിൽ പുരോഗമിക്കുന്നു. തൃശ്ശൂരിനും അതിൻ്റെ സാധ്യതകളുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പക്ഷെ അത് പ്രാവർത്തികമാവുന്നില്ല. സ്ഥാനാർത്ഥിക്ക് എന്താണ് പറയാനുള്ളത്? തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായങ്ങളിൽ ആദ്യത്തേത് ഓട്ട് വ്യവസായമായിരുന്നു. ഓട്ട് വ്യവസായം പൂർണ്ണമായും തകർന്നു പോയി. അതുകൊണ്ട് ഒരുപാട് പേര് തൊഴിൽ രഹിതരായി മാറി. അത് കഴിഞ്ഞ പിന്നെ വൈരക്കല്ല് തൃശ്ശൂരിൻ്റെ ഒരു പ്രധാന ഐഡൻറ്റിഫിക്കേഷനായിരുന്നു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും വൈരക്കല്ലിന് ഇവിടെ നിന്നാണ് മോൾഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നത്. ഇത്ര പേർക്കായിരുന്നു തൊഴിലവസരം ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മുടെ വന്നത് ഫർണിച്ചറാണ്. ഫർണിച്ചർ നമ്മൾ അതും ഇപ്പോൾ മെല്ലെ കൗണ്ട് ഡൗൺ ആയി കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടയുള്ള സ്ഥലം തൃശ്ശൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മൊത്ത വ്യാപാരികളുള്ളത് തൃശ്ശൂരാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ തൊഴിലാളികളുള്ളത് തൃശ്ശൂരാണ്. മരം കൊണ്ടുണ്ടാക്കുന്ന മറ്റ് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത് തൃശ്ശൂരാണ്. ഈ പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം മെല്ലെ തകർന്നു പോവുകയും ആ സെക്ടറിലുണ്ടായിരുന്ന തൊഴിലാളികൾ അനാഥരായി മാറി. അതിലൊരുപാട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ കടക്കണിയിൽ പെട്ടുപോയി. അവരെ മോഡേണൈസേഷൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ഒരുപാട് സ്കീംസ് ഉണ്ട് മോഡേണൈസേഷന് വേണ്ടി. ആ സ്കീംസ് കണ്ടുപിടിച്ച് ഇവർക്ക് വേണ്ടി കൊണ്ടുവരണം. ക്ലസ്റ്ററുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ക്ലസ്റ്ററുകൾ, ആ ക്ലസ്റ്ററുകൾ ഇവിടെ സമന്വയിപ്പിക്കണം. എൻ്റെ ഡ്യൂട്ടി അതാണ്. ഞാൻ ആ ഡ്യൂട്ടി ഏറ്റെടുക്കും. കാരണം തൃശ്ശൂർക്കാരുടെ മനസ്സ് വായിക്കാൻ എനിക്ക് നന്നായി അറിയാം. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ് പൊതുപ്രവർത്തനം.
ഈ തൃശ്ശൂർ ജില്ലയിലെ വിദ്യാർത്ഥികളുടെ പ്രവർത്തകനായി തുടങ്ങിയതാണ്. ഈ ജില്ലയിലെ എല്ലാ സ്കൂളിൻ്റെ പഠിക്കൽ ഞാനൊരു 30-35 വർഷം മുമ്പ് സ്കൂളിൻ്റെ പഠിക്കൽ പോയി എൻ്റെ ഈ പരിവരുത്ത ശബ്ദം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ സംഘടിപ്പിക്കാൻ പോയ അന്ന് വിദ്യാർത്ഥികളും കുട്ടികളുമായിരുന്നു ഇന്നത്തെ 60 വയസ്സിന് താഴെയുള്ള പ്രധാനപ്പെട്ട തലമുറ. അവരാണിന്ന് ഈ തൃശ്ശൂരിൻ്റെ സ്വപ്നങ്ങൾ കാണുന്ന പ്രധാനപ്പെട്ട ആളുകൾ. ഞാൻ അതുകൊണ്ട് ആ ജനറേഷനിൽപ്പെട്ട ആളായതിനാൽ ഈ തൃശ്ശൂരിലെ ഒരു മുക്കും മൂലയും മണ്ണും അവരുടെ മനസ്സും അതിൻ്റെ ചെറുതും വലുതുമായ നെഗറ്റീവും പോസിറ്റീവും എനിക്ക് ആരും പഠിപ്പിച്ചു തരേണ്ട, അറിയാം. ഞാൻ അതിന് വേണ്ടി ശ്രമിക്കും. ഞാൻ അവരുടെ കൂടെ നിൽക്കും. അവർക്കെന്നെ വിശ്വാസമുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും നേരം ഏറെ വൈകിയെങ്കിലും ഇനിയും ഒരുപാട് പോയിന്റുകൾ അദ്ദേഹത്തിന് പങ്കെടുക്കാനുണ്ട്. ആവേശത്തിന് ഒട്ടും കുറവില്ലേ. കത്തുന്ന ചൂടിനെ പോലും വകവയ്ക്കാതെയുള്ള ഓട്ടമാണ്. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ആളെ കൂട്ടാൻ തന്നെ തനിക്കറിയാമെന്ന് കാണിക്കുന്ന ഒരു പ്രവർത്തനം തന്നെ സ്ഥാനാർത്ഥി. DCC പ്രസിഡന്റ് എന്ന നിലയിൽ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലുള്ള ഒരു പ്രവർത്തന പരിചയം, പ്രവർത്തകരെ പേരെടുത്ത് വിളിക്കാൻ സാധിക്കുന്നു, വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാൻ സാധിക്കുന്നു. അതുതന്നെയാണ് തന്റെ കൈമുതൽ എന്ന് വ്യക്തമാക്കുന്നതാണ് TN പ്രതാപന്റെ ഓരോ സ്ഥലത്തെയും സ്ഥാനാർത്ഥി പര്യടന പരിപാടികൾ. ഇത് തുടക്കം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3ാം റൗണ്ടിലേക്കാണ് സാധാരണ UDFന്റെ സ്ഥാനാർത്ഥികൾ അതിൻ്റെ ഒരു ആവേശത്തിലേക്ക് വരാറുള്ളത്. എന്നാൽ ആദ്യ റൗണ്ടിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ശേഷം ആദ്യ റൗണ്ടിൽ തന്നെ ആവേശത്തിലാവാൻ കോൺഗ്രസ് പ്രവർത്തകർ UDF പ്രവർത്തകർ സാധിച്ചു. അതുതന്നെയാണ് UDF ക്യാമ്പിന്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയും. പരിസ്ഥിതി വാദമൊക്കെ ഏർപ്പെടുത്തിയാണ്. ഫ്ലക്സ് നിരോധം ഈ പ്രചരണത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടില്ലെങ്കിൽ ആ നിരോധം ആവശ്യമാണ്. സാധാരണ TN പ്രതാപൻ അത് പറയാനാണ് സാധ്യത. എന്താണ് അഭിപ്രായം? ഞാൻ ഫ്ലക്സ് നിരോധത്തെ സ്വാഗതം ചെയ്യാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കടലാസ് കൊണ്ടും അല്ലെങ്കിൽ തുണി കൊണ്ടുമുള്ള പ്രചരണം നടത്താം. ഞാൻ 2001 മത്സരിച്ചപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് അന്ന് തുണി ബാനറുകളും തന്നെയായിരുന്നു. ഞാൻ ഈ സെക്കൻഡ് വരെ, ഈ നിമിഷം വരെ മുഴുവൻ പോസ്റ്ററുകളും അല്ലാതെ ഒരു ബോർഡും പ്രവർത്തകന്മാർക്ക് പ്രിൻ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം ഞാൻ മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കുന്ന ഒരാളാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ആളാണ്. അതുകൊണ്ട് എൻ്റെ ഏത് പ്രവൃത്തിയിലും, കഴിക്കുന്ന ഭക്ഷണത്തിലായാലും ധരിക്കുന്ന വസ്ത്രത്തിലായാലും ശ്വസിക്കുന്ന വായുവിലായാലും പരമാവധി പാരിസ്ഥിതിക വിശുദ്ധി സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. സത്യത്തിൽ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഫ്ലക്സുകളൊന്നും ആവശ്യമില്ല. കടലാസ് കൊണ്ടുള്ള പോസ്റ്ററുകൾ മതിയാവോളം ആളുകൾക്ക് പ്രവർത്തകന്മാർക്ക് കൊടുക്കാം. ഇനി പരസ്യമില്ലാത്ത ചുവരുകളിലൊക്കെ ആളുകൾ പേരുകളും ചിഹ്നങ്ങളും ഒക്കെ എഴുതി വയ്ക്കും. ആ രീതിയിലേക്ക് വരികയാണ് വേണ്ടത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനകത്തൊരു ഫ്ലക്സ് നിരോധിച്ചതിൻ്റെ പേരിൽ ഇനി പോളിസ്റ്ററും കോട്ടനും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പുതിയ ഉൽപ്പന്നങ്ങൾ ഇറക്കി അതും വർഷങ്ങളോളം മണ്ണിൽ കിടക്കും. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സ്ഥാനാർത്ഥികളും പരമാവധി പരിസ്ഥിതി സൗഹൃദമാക്കണമെന്ന് വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കാം. കടുത്ത ചൂടാണ്. എന്താണ് പ്രവർത്തകരോട് പറയാനുള്ളത്? ഒരു കാരണവശാലും ഒരു 11:30 മണിക്ക് ശേഷം എൻ്റെ പ്രവർത്തകന്മാർ വെയിൽ കൊണ്ട് ഇലക്ഷൻ പ്രവർത്തനത്തിൽ പോകരുത്. രാവിലെ 7 മണിക്കും ഒരു 10:30-ക്കുള്ളിൽ ഭവന സന്ദർശനത്തിന് പോകുമ്പോഴായാലും ശരി, മറ്റു പ്രവർത്തനത്തിലും പോയാൽ മതി. സൂര്യാഘാതം ഏൽക്കരുത്. എനിക്ക് വോട്ടിനേക്കാൾ ആദ്യത്തെ പ്രാധാന്യം എൻ്റെ പ്രവർത്തകന്മാരെ, എൻ്റെ നേതാക്കന്മാരെ, അവരുടെ സംരക്ഷണമാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം. അവരുടെ ആരോഗ്യ സംരക്ഷണവും അവരുടെ വ്യക്തി സംരക്ഷണവുമാണ്. അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം രാത്രി ഒരു 8-9 വരെ വീടുകളിൽ ആർക്കും പോകാം. സമയവും നമുക്ക് അത്യാവശ്യത്തിനുണ്ട്. ഒരു കാരണവശാലും ഈ കടുത്ത ചൂടിനെ വെല്ലുവിളിച്ച് ഒരു പ്രവർത്തകന്മാരും സൂര്യാഘാതം ഏൽക്കാൻ പോകരുതെന്ന് ഞാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ചൂട് കാലത്ത് ഈ തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ വരുന്നത് അതിനൊക്കെ ഒരു മാറ്റം വരണ്ടേ? സത്യമാണത്. ഓരോ സംസ്ഥാനത്തെയും കാലാവസ്ഥ നോക്കണം. ആ കാലാവസ്ഥയെക്കുറിച്ച് കൂടി നോക്കി വേണം തെരഞ്ഞെടുപ്പ് നടത്താൻ. മഴയേക്കാളും അപകടമാണ് ചൂട്.